നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പർ ബോഡിയുടെ സ്ട്രെച്ചസ് ചെയ്തു. ഇനി നമുക്ക് ലോവർ ബോഡിയുടെ സ്ട്രെച്ചസ് ചെയ്യാം. അപ്പോൾ തുടങ്ങാം. ആദ്യം സുഖാസനത്തിലേക്ക് ഇരിക്കാം. കൈകൾ മടിയിൽ തുറന്നു വെക്കാം. നട്ടല് നിവർത്തി സ്ട്രെയിറ്റ് ആയിരിക്കാം. പതുക്കെ കണ്ണുകൾ അടയ്ക്കാം. മറ്റ് ചിന്തകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പ്രസന്റ് മൊമെന്റിലേക്ക് ഫോക്കസ് ചെയ്യാം. Observe your posture, observe your body, observe your mind, observe your breath. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ഇനി ഡീപ്പായി ശ്വാസം എടുക്കാം. ഇൻഹേൽ, എക്സ്ഹേൽ. Inhale, exhale, inhale, exhale. കൈകൾ നന്നായി കൂട്ടിത്തിരുമാം. ആ ചൂട് മെല്ലെ കണ്ണുകളിലേക്ക് വെച്ചു കൊടുക്കാം. സാവധാനം കണ്ണുകൾ തുറന്ന് സ്വന്തം കൈകളിലേക്ക് നോക്കാം. നമസ്തേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ലോവർ ബോഡി പാർട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ കാലുകൾ നീട്ടിയിരിക്കാം. കാലുകൾ ഇതുപോലെ നീട്ടിയിരിക്കാം. കാലുകൾ അടുപ്പിച്ച് തന്നെ വെക്കാം. കൈകൾ നമ്മളുടെ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കാം. ബാക്കിലേക്ക് തിരിച്ചു വെക്കണമെങ്കിൽ ബാക്കിലേക്ക് തിരിച്ചു വെക്കാം. പക്ഷെ നമ്മൾ കൂടുതൽ ബാക്കിലേക്ക് ഇങ്ങനെ വെക്കരുത്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നട്ടിൽ ഇതുപോലെ വളഞ്ഞു പോകും. അപ്പൊ നട്ടിൽ സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത് തന്നെ വെക്കുന്നത്. എന്നിട്ട് നിവർന്നിരിക്കുന്നു, നേരെ നോക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ബേസ് പൊസിഷൻ. ഇതിനെ ദണ്ഡാസന എന്നാണ് പറയുക. നമ്മൾ കാല് നീട്ടിട്ട് ഏതൊരു പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതൊരു സ്ട്രെച്ച് ചെയ്യുമ്പോഴും കാല് നീട്ടി ചെയ്യുന്നതിന് ദണ്ഡാസന എന്നാ പറയാം. നമ്മൾ ചമ്മരം പടിഞ്ഞിരിക്കുന്നതിന് സുഖാസന എന്ന് പറഞ്ഞ പോലെ കാല് നീട്ടി ചെയ്യുന്നതിന് ദണ്ഡാസന എന്നാണ് പറയാം. ഞാൻ സ്ട്രെച്ചസ് ഇങ്ങനെ കാല് നീട്ടിയിട്ട് കാണിക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ലല്ലോ. അപ്പൊ കാലുകൾ നീട്ടാം, കൈകൾ സൈഡിൽ വെക്കാം. ഇനി ഇവിടെ ഒന്ന് നമ്മൾ കാൽ വിരലിന്റെ സ്ട്രെച്ചസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇൻഹേൽ ചെയ്ത് വിരലുകൾ ഇതുപോലെ ബാക്കിലേക്ക് നന്നായി വലിച്ചു കൊടുക്കാം. എക്സേൽ ചെയ്ത് ഇതുപോലെ ചുരുട്ടി പിടിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വിരലിൽ സ്ട്രെച്ചസ് അറിയാൻ പറ്റും. റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale, inhale, exhale. റിലീസ് ചെയ്യാം. ഇനി ആംഗിൾ ജോയിന്റ്സിന്റെ സ്ട്രെച്ച് ചെയ്യാം. ഇൻഹേൽ ചെയ്ത് കാൽപാദം ബാക്കിലേക്ക് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം മാക്സിമം. എക്സേൽ ചെയ്ത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആംഗിൾ ജോയിന്റ്സ് നന്നായിട്ട് സ്ട്രെച്ച് അറിയാൻ പറ്റും. റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ. റിലീസ് ചെയ്യാം. ഇനി ആംഗിൾ റൊട്ടേഷൻ ചെയ്യാം. രണ്ട് കാൽപാദവും ഒരുമിച്ച് ആദ്യം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. അതിനുശേഷം ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഒരുമിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പതുക്കെ റൊട്ടേറ്റ് ചെയ്യണം. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ സ്ലോലി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും രണ്ടും രണ്ടായിട്ടാണ് നമുക്ക് തോന്നുക. നമ്മൾ സ്ലോലി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് സ്ട്രെച്ചസ് കിട്ടുള്ളൂ. ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ട്രെച്ചസ് കിട്ടും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ പതുക്കെ ചെയ്യുമ്പോഴാണ് കിട്ടുക. അപ്പോൾ കാലുകൾ അടുപ്പിച്ച് വെക്കാം. ഇനി റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 1, ഇതുപോലെ എല്ലാ സൈഡിലൂടെയും നമ്മൾ ആംഗിൾസ് കൊണ്ടുപോകാം. 2, 3, 4, 5, opposite 1, 2, 3, 4, 5. നേരെ വരാം. ഇപ്പോ
ടോസിന്റെയും ആംഗിൾ ജോയിന്റ്സിന്റെയും സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാഫ് മസിൽസിന്റെയും തൈ മസിൽസിന്റെയും സ്ട്രെച്ച് ആണ്. ഇത് രണ്ട് മസിൽസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ സൈഡിൽ കാണിച്ചു തരാം, സൈഡ് വ്യൂ കാണിച്ചു തരാം. ദണ്ഡാസനത്തിലേക്ക് ഇരിക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്നും ജസ്റ്റ് വെറുതെ നമ്മൾ കാലിങ്ങനെ ഇട്ട് അടിക്കുന്ന പോലെ ചെയ്യാം. നമ്മൾ ആദ്യം പതുക്കെ തുടങ്ങണം, പിന്നെ കുറച്ച് ഫാസ്റ്റായി ചെയ്യാം. ഇനി മാക്സിമം ഫാസ്റ്റായി ചെയ്തു കൊടുക്കാം. ഈ സമയം നമ്മൾ കാലിങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കാഫ് മസിൽസും തൈ മസിൽസും ആക്ടിവേറ്റ് ആവും. കുറച്ച് സമയം ചെയ്തിട്ട് സ്ലോലി സ്റ്റോപ്പ് ചെയ്യാം. പെട്ടെന്ന് നിർത്തരുത്, പതുക്കെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇതാണ് കാഫ് മസിൽസിന്റെയും തൈ മസിൽസിന്റെയും സ്ട്രെച്ച്. ഇനി കാൽ മുട്ടിന്റെ സ്ട്രെച്ചിലേക്ക് അടക്കാം. അതിനാദ്യം നമ്മൾ വലത് കാൽ ഇങ്ങനെ മടക്കി വെക്കുന്നു. ഓക്കെ, നമ്മൾ എത്രത്തോളം കാല് നമുക്ക് അടുത്തേക്ക് വെക്കാൻ പറ്റുമോ അത്രത്തോളം അടുത്തേക്ക് വെച്ചിട്ട് ഇവിടെ ഒന്നും വലത് കാൽ നീട്ടുന്നു, ഇടത് കാൽ മടക്കുന്നു, ഇടത് കാൽ നീട്ടുന്നു, വലത് കാൽ മടക്കുന്നു. ഇത് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതായത് 1 2 3 ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സൈഡിലേക്ക് കാല് ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെച്ച് കിട്ടില്ല. നമ്മൾ ഇതുപോലെ കാൽമുട്ട് സ്ട്രെയിറ്റ് ആയി തന്നെ വെക്കണം. സൈഡിലേക്ക് ഇങ്ങനെ വെക്കരുത്, സ്ട്രെയിറ്റ് ആയി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ഇത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. വലത് കാൽ മടക്കാം. ഇനി ഇവിടെ ഒന്നും ഓൾട്ടർനേറ്റീവായി കാല് മടക്കമെന്ന് ഓർത്തും ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യാം. ഇനി രണ്ട് കാലും ഒരുമിച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഓരോ കാലും ഏതാണല്ലോ ചെയ്തത്, ഇനി രണ്ട് കാലും ഒരുമിച്ച് ചെയ്യാം. ആദ്യം കാലുകൾ അടുപ്പിച്ച് വെക്കാം, കൈകൾ കുറച്ച് ബാക്കിലേക്ക് നീക്കാം, എന്നിട്ട് എൽബോസ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല തിരിച്ചു വെച്ച് ചെയ്യുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാല് മടക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് വയറിനും കൂടി ചെറിയൊരു സ്ട്രെച്ച് കിട്ടുന്ന ഒരു സ്ട്രെച്ചാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം കാല് ഇതുപോലെ മടക്കുന്നു, നീട്ടുന്നു. 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യാം. ഇനി കാലുകൾ നന്നായി ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇത്ര ചെയ്തപ്പോഴേക്കും നമുക്ക് എന്തായാലും നമ്മുടെ കാലൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി നന്നായി ഷേക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈ ഇത്ര നേരം ബാക്കിൽ ഇങ്ങനെ കുത്തി വെച്ചത് കൊണ്ട് തന്നെ കയ്യിനും കുറച്ച് സ്ട്രെയിൻ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് കൈ ഒന്ന് ഇതുപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കാം. റിലീസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ വിരലുകൾ ചെയ്തു, ആംഗിൾ ജോയിൻ ചെയ്തു, കാഫ് മസിൽസ്, തൈ മസിൽസ്, കാൽമുട്ട് ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹിപ്പ് പോർഷൻ ആണ്. അപ്പൊ ഇനി ഹിപ്പിലേക്ക് അടങ്ങാം. അതിനാദ്യം ബട്ടർഫ്ലൈ പോസിലേക്ക് ഇരിക്കാം. ഇതുപോലെ കാൽപാദം ജോയിൻ ചെയ്യാം. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഹിപ്പ്. കാരണം ഹിപ്പ് നമ്മളിപ്പോ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിപ്പ് ഭയങ്കരമായിട്ട് സ്റ്റിഫ് ആയിട്ടുണ്ടാവും. ഇനി പെണ്ണിച്ചാലും നമുക്ക് ഹിപ്പ് ഭയങ്കര സ്റ്റിഫ് ആയിട്ടുണ്ടാവും. അത് എല്ലാവർക്കും അതുപോലെ തന്നെയാണ്. നമുക്ക് കാലിങ്ങനെ വെച്ച് ഇതുപോലെ പതിച്ച് വെക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം. കാരണം ഏറ്റവും ബുദ്ധിമുട്ടാണ് നമുക്ക് ഹിപ്പിന്റെ സ്ട്രെച്ച്, അതുപോലെ വയറിന്റെ സ്ട്രെച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കോർ മസിൽസ് സ്ട്രെങ്തൻ ആയിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്, നമ്മുടെ ഹോൾ ബോഡി സ്ട്രോങ് ആയി എന്നാണ് അർത്ഥം. അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് കോർ മസിൽസിന്റെ സ്ട്രെച്ചസ് ചെയ്യാൻ വേണ്ടി, കോർ മസിൽസിന്റെയും അതുപോലെ ഹിപ്പിന്റെയും. ഇപ്പോ ഈ സ്പ്ലിറ്റ്സ് ഒക്കെ ചെയ്യില്ലേ, സ്പ്ലിറ്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടാണ് അങ്ങനെ ആവുന്നത്. ഒറ്റയടിക്ക് നമുക്ക് സ്പ്ലിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കാലിങ്ങനെ വെക്കുമ്പോ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് അറിയാൻ പറ്റും. കാരണം അത്രയും സ്റ്റിഫ് ആയതുകൊണ്ടാണ്, ഹിപ്പിന്റെ ആ ജോയിന്റ് ഭയങ്കര സ്റ്റിഫ് ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പൊ ഇതുപോലെ കാൽപാദം ജോയിൻ ചെയ്ത് വെക്കാം, കൈകൾ ഇന്റർലോക്ക് ചെയ്യാം, ഇതുപോലെ കാലിനടിയിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി കാല് മാക്സിമം ശരീരത്തോട് അടുപ്പിച്ച് വെക്കാം, നിവർന്നിരിക്കാം. വയറൊന്നുള്ളിലേക്ക് വലിച്ചു കൊടുക്കാം. വയറുള്ളിലേക്ക് വലിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒന്നും കൂടി സ്പൈൻ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നേരെ നോക്കാം. ഇനി ഇവിടെ ഒന്നും ഇൻഹേൽ ചെയ്ത് രണ്ട് കാലുകളും ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്താം. എക്സേൽ ചെയ്ത് ഡൗൺ ചെയ്യാം. റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ അപ്പ്,
എക്സേൽ ഡൗൺ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ട്രൈ ചെയ്യാം കേട്ടോ മാക്സിമം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇനി നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാല് മൂവ് ചെയ്യാം. ഇങ്ങനെ മൂവ് ചെയ്യാം. നമ്മൾ ഓരോ പ്രാവശ്യവും കാല് മൂവ് ചെയ്യുമ്പോഴും നമ്മളുടെ കാൽമുട്ട് മാറ്റിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹിപ്പ് ജോയിന്റിൽ സ്ട്രെച്ചസ് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാന്ന് മാത്രം. ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അതായത് നമ്മൾ ട്രൈ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. സ്ലോലി സ്റ്റോപ്പ് ചെയ്യാം. പതുക്കെ നിർത്താം. പെട്ടെന്ന് നിർത്തരുത്, പതുക്കെ നിർത്താം. ഇനി ഇവിടെ ഒന്നും അടുത്ത് ചെയ്യാം. കാലുകൾ ഒന്നുകൂടെ അടുപ്പിച്ച് വെക്കാം. നിവർന്നിരിക്കാം. വയറുള്ളിലേക്ക് വലിച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഒന്നും ഇൻഹേൽ ചെയ്ത് ബാക്കിലേക്ക് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം. ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ കഴുത്ത് ബാക്കിലേക്ക് ഇടരുത്, നേരെ നോക്കാം. എക്സേൽ ചെയ്ത് ഇതുപോലെ കൈകൊണ്ട് ബെൻഡ് ചെയ്ത് കൊടുത്ത് ഫ്രണ്ടിലേക്ക് വരാം. നേരെ തന്നെ നോക്കാം. താടി ഇനി ഇതുപോലെ ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പറ്റിച്ചാൽ ടച്ച് ചെയ്യാം, അല്ലെങ്കിൽ നേരെ തന്നെ നോക്കാം. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale. നേരെ വരാം. കാലുകൾ ഒന്നുകൂടെ അടുപ്പിച്ച് വെക്കാം. ഇനി ഇവിടെ ഒന്നും നമ്മൾ അടുത്തായി ചെയ്യുന്നത് കൈകൾ ഇതുപോലെ മുട്ടിലേക്ക് വെക്കാം. ഇനി ഇവിടെ ഒന്നും വലത് മുട്ട് പ്രസ് ചെയ്ത് ഇടത് മുട്ട് ഇതുപോലെ റിലീസ് ചെയ്യാം. ഇടത് മുട്ട് പ്രസ് ചെയ്ത് വലത് മുട്ട് റിലീസ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യാം. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. കാലുകൾ ഒന്നുകൂടെ അടുപ്പിച്ച് വെക്കാം. ഇനി രണ്ട് മുട്ടും ഒരുമിച്ച് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ജോയിൻ ചെയ്യാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ, പക്ഷെ ട്രൈ ചെയ്യാം. 2 3 പറ്റുന്ന പോലെ ചെയ്താൽ മതി, സ്ട്രെയിൻ ചെയ്യരുത്. 4 5 6 7 8 9 10. മാക്സിമം സ്ട്രെച്ച് ചെയ്യാം. നേരെ നോക്കാം. ഇനി നോർമൽ ബ്രീത്ത് എടുത്ത് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യാം. കാൽമുട്ട് ടൈറ്റായി ഹഗ് ചെയ്ത് കൊടുക്കാം. കണ്ണുകൾ അടച്ചൊന്ന് റിലാക്സ് ചെയ്യാം. കണ്ണുകൾ തുറക്കാം. കൈകൾ റിലീസ് ചെയ്ത് സുഖാസനത്തിലേക്ക് ഇരിക്കാം. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ ലോവർ ബോഡിക്ക് ചെയ്യുന്ന സ്ട്രെച്ചസ്. അപ്പൊ നമ്മള് വിരലുകൾ ചെയ്തു, കാൽ വിരലുകൾ ചെയ്തു, ആംഗിൾ ജോയിൻ ചെയ്തു, കാഫ് മസിൽസ്, തൈ മസിൽസ്, കാൽമുട്ട്, ഹിപ്പ് ജോയിൻസ്, ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ബട്ടർഫ്ലൈ പോസും അതിന്റെ വേരിയേഷൻസും എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹിപ്പ് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ പെൽവിക് റീജിയൻ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് PCOD PCOS എന്നൊക്കെ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. അത് മാത്രമല്ല നമുക്ക് ഇറഗുലർ പീരിയഡ്സ് ഒക്കെ ഉണ്ട് വെച്ചാൽ റെഗുലർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രെച്ചസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതും നമുക്ക് ബെഡിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനിയിപ്പോ നമുക്ക് പീരിയഡ് ക്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാലും ഇതുപോലെ ബട്ടർഫ്ലൈ പോസിൽ ഇരുന്നിട്ട് കാല് നന്നായിട്ട് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ ഗ്രാജുവലി പെയിൻ നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ആവും. അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അത്രയും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻ വരാണ്ടിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പെയിൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പീരിയഡ്സ് ഡേ ഒരു നോർമൽ ഡേ ആക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം, അടുത്ത് തന്നെ ചെയ്യാം. ഓക്കെ, ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ പീരിയഡ്സ് ഡേ നോർമൽ ഡേയ്സ് ആക്കാം എന്നുള്ളത്. ഓക്കെ, ഇന്ന് നമ്മൾ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. ലോവർ ബോഡി സ്ട്രെച്ചസ് ഒക്കെ ചെയ്തു. ഇനി നമുക്ക് നാളെ നിന്നിട്ട്
എന്തൊക്കെ ചെറിയ രീതിയിൽ ഏതൊക്കെ സ്ട്രെച്ചസ് ചെയ്യുന്നുള്ളത് നാളെ നോക്കാം. നമസ്തേ.